ഗുഡ് മോർണിംഗ്. ഈശ്വരശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ മാസം 27 26 ഇന്നലെ ഒരു പ്രത്യേകമായ സാഹചര്യത്താൽ എനിക്ക് വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചില്ല. ഇന്ന് 27 വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, എത്ര പെട്ടെന്നാണ് ഈ ഒരു മാസം കടന്നു പോകുന്നത്. ഓഗസ്റ്റ് മാസം 1 തൊട്ട് നമ്മൾ വചനം പഠിക്കാൻ തുടങ്ങിയത് അല്ലേ. ഓരോ വചനങ്ങൾ പഠിക്കുന്നു. നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. കാരണം എല്ലാവർക്കും അരമണിക്കൂർ വചനമൊന്നും കേൾക്കണമെന്ന് ചിലപ്പോൾ താല്പര്യമില്ലാത്ത പുതിയ തലമുറയിലെ യുവജനങ്ങളും കുഞ്ഞുങ്ങളും ഒരുപാട് സമയം ബൈബിളൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ട്. 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റുള്ള ഒക്കെ കേൾക്കാനായിട്ട് ചിലപ്പം ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം തോന്നിയാൽ, വചനമല്ലേ എല്ലാവരിലേക്കും ബലം നൽകുന്ന, എല്ലാവർക്കും ദൈവ സാന്നിധ്യം നൽകുന്ന ഒന്നാണ് ദൈവവചനം. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ആരെങ്കിലും ഒരാളെങ്കിലും ദൈവവചനത്തിൽ നിറഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അതുകൊണ്ട് അയച്ചു കൊടുക്കണം കേട്ടോ. അയച്ചു കൊടുത്ത് മറ്റുള്ളവരുമായി വചനം പങ്കുവയ്ക്കുക. അതാണ് നമ്മൾ ഓരോ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ദൈവവചന ശുശ്രൂഷയിലൂടെയൊക്കെ ആഗ്രഹിക്കുന്ന. അതാണ് എല്ലാവരിലേക്കും വചനം എത്തണം, എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയണം. ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല. ആ സാന്നിധ്യം നിറയുമ്പോൾ എല്ലാവരിലേക്കും മാറ്റം ഉണ്ടാകുന്ന, എല്ലാവർക്കും നന്മയുണ്ടാകണമെന്നല്ലേ ആഗ്രഹം. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ 26 എനിക്ക് പ്രത്യേകമായ സാഹചര്യത്താൽ വചനം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചില്ല. 25 നാം പഠിച്ച വചനം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വചനമായിരുന്നു. വളരെ സുന്ദരമായ, എനിക്ക് പ്രത്യേകത തോന്നിയ, ഞാൻ അധികം നോട്ട് ചെയ്യാത്തൊരു വചനം നിങ്ങളുമായി പങ്കുവച്ചതാണ്. അതിതാണ്: അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. എത്ര സുന്ദരമാണ് ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമുക്കൊരു ബലം കിട്ടുകയാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കൃപ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം 14-ാം വാക്യമാണ്. 18-ാം അധ്യായം 14-ാം വാക്യം. The Gospel of St. Matthew chapter 18 verse 14. അതിങ്ങനെയാണ് പറയുന്നത്: ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ആരും തകർന്ന് തരിപ്പണമായി നിലംപരിശാകണമെന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. ആരും തളർന്ന് തമ്പിട്ട് നശിച്ചു പോകാനായിട്ട് ദൈവപിതാവ് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ നശിച്ചു പോകുന്നറിയാമോ? ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവപ്പെടാൻ കുറേ നാളൊക്കെ നമ്മളിങ്ങനെ ഏറ്റവും എന്തോ സുന്ദരമായ ജീവിതം നയിക്കുന്നു എന്നൊക്കെ തോന്നിയാലും എല്ലാവരിലും, ഓരോ വ്യക്തികളിലും അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് തളർന്നു പോകുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങളുണ്ട് അല്ലേ. തകർന്നു പോകുന്ന ഒരുപാട് സ്വാർത്ഥത മനുഷ്യനെ വല്ലാതെ കീഴടക്കുന്ന ഒരു കാലഘട്ടമായത്. കാരണം ഈ ലോകത്തിൻ്റെ ഈ മായാമുഖം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോകത്തിൻ്റെ ഓരോ പ്രത്യേകത കൊണ്ടും നാമൊക്കെ ഈ ലോകത്തിന് അനുരൂപരായി തീരുകയാണ്. അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കും. ദൈവത്തോട് ചേർന്നത് എൻ്റെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും, ഒരു വ്യക്തി പോലും, ഈ ലോകത്തുള്ള ഒരു മനുഷ്യൻ പോലും. അതുകൊണ്ടാണ് സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്ന് ഇടയന്മാരോട് മാലാഖ വന്ന് പറഞ്ഞു. നോക്കി, സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈശോ. ആ ഈശോയുടെ സുവിശേഷം, വചനം നമുക്ക് ഏറ്റവും ബലം തരുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ദ വിൽ ഓഫ് യുവർ ഫാദർ ഇൻ ഹെവൻ that one of these little ones should be lost. അതാണ് ഒരുവൻ പോലും, ഒരു മനുഷ്യർ പോലും നഷ്ടപ്പെടരുത് എന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും അങ്ങനെ തന്നെ ആഗ്രഹിക്കണം. ഞാൻ നശിച്ചു പോകരുത്, ഞാൻ തളർന്നു പോകരുത്. പാപത്തിൻ്റെ പടുകുഴിയിൽ വീഴുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയിട്ടും ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും അവരെ കരകയറ്റാനും ഒക്കെ ഒരു ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട്. ഞാൻ തന്നെയല്ല, ഒരു വലിയ സമൂഹം രക്ഷപ്പെടണം. പ്രാർത്ഥിക്കണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.